അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചത് RSSും BJPയും ഒക്കെയാണ് ആ കാലത്ത്. അപ്പം അതിനോട് എല്ലാവരും സഹകരിച്ചു, ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ സഹകരിച്ചു. അതാണ് എന്റെ സത്യം. അതൊരു സത്യം ഗോവിന്ദൻ മാഷ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ബന്ധത്തിന്റെ പ്രശ്നമല്ല. അടിയന്തരാവസ്ഥ എതിർത്തവരാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കൂടുതലും. അതാണ് എന്റെ സത്യം. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞു. കാലങ്ങൾ എത്രയോ മാറി, സാഹചര്യങ്ങൾ മാറി. അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ? അപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ല? ആര്യാടൻ മുഹമ്മദ് എങ്ങനെ ജയിച്ച ഇവിടെ? ആര്യാടൻ മുഹമ്മദ് ഇവിടെ ജയിച്ച് മന്ത്രിയായില്ലേ? അത് കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ? അതെന്താ അവർ കാണാത്തത്? അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു. അക്കൂട്ടത്തിൽ CPM ഒന്നിച്ചു കാണും. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും RSSും BJPയും അങ്ങനെയുള്ള അന്ന് പൊതുശത്രു കോൺഗ്രസ്. സമാനമായ അങ്ങനെ സാഹചര്യം രാഷ്ട്രീയത്തിൽ ഉടലെടുത്താൽ CPMമായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ടല്ലോ. CPM ലീഗ് സഹകരിച്ചിട്ടില്ല. CPMമായിട്ട് ആരാ സഹകരിക്കാത്തത്? CPM എല്ലാവരും സഹകരിച്ചില്ല. ഞങ്ങൾ സഹകരിക്കത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM ഞങ്ങളുടെ അവരങ്ങനെ ഞങ്ങൾ സഹകരിക്കാൻ മാത്രം ഇല്ലല്ലോ. അവർ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ എല്ലായിടത്തും ഉള്ള പാർട്ടിയല്ലേ. ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തമുള്ള പാർട്ടിയാണ്. CPM കേരളത്തിൽ മാത്രം, പിന്നെ ബംഗാളിൽ പോയി. അന്ന് അവര് ഞങ്ങളുമായി സഹകരിച്ചു. അതിപ്പോ ഞങ്ങൾക്ക് സഹകരിക്കേണ്ട പറയാൻ പറ്റും. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ആ ഒരു സമയത്തെ എല്ലാവരും എടുത്തു, ജനാധിപത്യ വിശ്വാസം എടുത്തു. അന്ന് ഞങ്ങളായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അന്ന് അതിന്റെ നേതൃത്വം കൊടുത്ത RSS അല്ലേ, അതിന്റെ നേതൃത്വം കൊടുത്ത BJP അല്ലേ? അങ്ങനെ എല്ലാവരും സഹകരിച്ചു. അതാണ് അതിന്റെ സത്യം. ഇപ്പൊ ഇല്ല. ഇപ്പൊ അതില്ലല്ലോ. ഇപ്പൊ അതിന്റെ പ്രസക്തിയേ ഇല്ല. കാലം മാറിയില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം CPM കോൺഗ്രസുമായി സഹകരിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായത്, MLA ആയത്? ആരാണ് ദുർബലൻ, ആരാണ് ശക്തനെന്നൊക്കെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്ത് പറയാനാണ്? 45 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ് ഞാനിവിടെ വക്കീലാണ്. എന്ത് ദൗർബല്യത! എനിക്ക് യാതൊരു ദൗർബല്യം ഞാൻ കാണുന്നില്ല. പിന്നെ ആളുകൾക്ക് എന്തും പറയാമല്ലോ, ജയിക്കാൻ വേണ്ടി പറയാമല്ലോ. എന്ത് ദൗർബല്യം എനിക്കുള്ളത്? അവരെക്കാളും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യം പരിചയം എനിക്കുണ്ട്. അവരൊക്കെ എന്റെ ജൂനിയേഴ്സായിട്ട് മൊബൈൽ പഠിച്ചതാണ്, ഈ അൻവർ ഉൾപ്പെടെ എല്ലാവരും. പിന്നെന്താ ദൗർബല്യം? എന്താ മനുഷ്യന് ദൗർബല്യം? എല്ലാവർക്കും ദൗർബല്യമുണ്ട്. ഈ നേതാവായി വന്നവരാരും രാജകുമാരന്മാരായിട്ട് ജനിച്ചിരുന്നല്ലോ. എനിക്കറിയാം ഈ നേതാക്കന്മാരെയൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാദമി പഠിച്ച, എന്റെ ജൂനിയേഴ്സും സീനിയേഴ്സായിട്ട് പഠിച്ച ഇവിടുത്തെ വലിയ നേതാക്കന്മാരല്ല. അവരാരും വന്നപ്പോൾ വലിയ ആൾക്കാരായിട്ട് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇതേപോലെ സാധാരണക്കാരായിട്ട് വരുന്നതാണ്. CPMന്റെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്താ രാജകുടുംബത്തിൽ ജനിച്ച് രാജവാഴ്ചയിൽ വന്നാണോ? അല്ല. എല്ലാവരും സാധാരണക്കാരെ വന്ന് അവരുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഓരോ രക്ഷപ്പെടും. ചിലർ രാഷ്ട്രീയത്തിൽ ചിലപ്പം അത് എല്ലാവരും അത് തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെയാണ് അവരൊന്ന് ഞാനൊരു എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആരും അത് പിന്നെ സാഹചര്യങ്ങളാണ്. ഞാൻ കാലഹരണപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തനമായിരുന്നു. അത് മാറി ഞാനിപ്പോ ഒരു ദേശീയ വീക്ഷണമുള്ള പാർട്ടിയിൽ ചേർന്നു. ഞാനിപ്പോ ഒരു ശക്തമായ പാർട്ടിയുടെ വക്താവാണ്. എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്.